ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് VFX സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്രീ ആയിട്ട് അങ്ങനെ 3D മോഡലുകൾ, അതുപോലെ മെറ്റീരിയൽസ്, ടെക്സ്ചറുകൾ ഒക്കെ ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. അത് നമ്മൾ ക്വിക്സൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. മെഗാ സ്കാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ്. അപ്പോൾ അതിൽ നമ്മൾ നോർമലി കയറി കഴിഞ്ഞാൽ പെയ്ഡ് ആയിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് പകരം ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഒന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് VFX സ്റ്റുഡിയോ. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് എത്തുക. അതിൽ എഡിറ്റിംഗ് ഡെസ്ക് എന്നുണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അൺറിയൽ എഞ്ചിൻ കാണാൻ പറ്റും. അൺറിയൽ എഞ്ചിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രിഡ്ജ് കാണാം. ബ്രിഡ്ജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്വിക്സൽ ബ്രിഡ്ജിൻ്റെ വെബ്സൈറ്റ്. കാണാനൊക്കെ നല്ല രസമാണ്. ഒരുപാട് ഗെയിംസിൻ്റെ കാര്യങ്ങളുണ്ട്. അതായത് ഈ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ നമുക്ക് മായയിൽ ആഡ് ചെയ്യാം, സിനിമ ഫോട്ടിൽ ആഡ് ചെയ്യാം, അൺറിയൽ എഞ്ചിന് ഇതിന്ന് ആസറ്റ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രൊഡക്റ്റിൽ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ബ്രിഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ബ്രിഡ്ജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് വരും. ബ്രിഡ്ജിൻ്റെ സൈഡ് കണ്ടോ, നല്ല എന്താ പറയുക, ഒറിജിനൽ പക്ക റിയാലിറ്റി അതിലെ മെറ്റീരിയൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ഈ ഡൗൺലോഡ് ബ്രിഡ്ജ് എന്നുള്ള ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പക്ഷേ അലോ എന്ന് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അലോ കൊടുക്കുക. വിൻഡോസിനാണെങ്കിലും സെയിം പ്രൊസീജിയർ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനെ കാണാൻ പറ്റും. ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. ഇത് വിൻഡോസിലാണെങ്കിലും ഡൗൺലോഡ് ഫോൾഡറിൽ തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് വിൻഡോസിലാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടി വരും. മാക്കിലാകുമ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ആപ്ലിക്കേഷനിലേക്ക് കോപ്പി ചെയ്താൽ മതി. എനിക്കറിയാമല്ലോ, വിൻഡോസിലാകുമ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് വെച്ച് ഇങ്ങനെ നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ക്വിക്സൽ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ സൈൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഫ്രീ, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ആസറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എപ്പിക് ഗെയിമിൻ്റെ മോഡിൽ ലോഗിൻ ചെയ്യണം. അവരുടെ ഒരു മെയിലായിട്ട് അവരുടെ ഒരു യൂസർ നെയിം വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ ചിലപ്പം ചില പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സൈൻ ഇൻ വിത്ത് എപ്പിക് ഗെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എപ്പിക് ഗെയിമിൽ സൈൻ അപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് സൈൻ അപ്പ് ചെയ്യാം. അതായത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയെല്ലാം ഓൾറെഡി ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൽ അടിച്ചു കൊടുക്കുക. സാധാരണ പോലെ തന്നെ താഴെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഇവിടെ ഒരു ക്യാപ്ച വരും. ഹോട്ട് ഡോഗ് ഉള്ള ക്ലിക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. വണ്ടിയുള്ളത് ഹോട്ട് ഡോഗ് ആണോ, നമുക്ക് എന്തോ ഹോട്ട് ഡോഗ് അല്ലേ, കൊടുത്തു നോക്കുക. ചിലപ്പം കിട്ടുമായിരിക്കും, അല്ലേ വേറെ എന്തെങ്കിലും വരികയായിരിക്കും. ഓക്കെ, സൈൻ ആയി കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു സൈൻ എന്നുള്ള അവിടെ നമ്മുടെ ഒരാളുടെ രൂപം വരും. കണ്ടോ, അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്നുള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത മെറ്റീരിയൽസൊക്കെ ഇവിടെ അപ്പിയർ ആകാൻ തുടങ്ങും കേട്ടോ. 377 മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ തുടങ്ങും. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണില്ല. ഓക്കെ അല്ലേ? ഇനി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയത് ഇവിടെ ഹോം ഉണ്ടോ, ഹോം പ്രസ് ചെയ്യാം. ഇതുപോലെ ഗ്രൂപ്പായിട്ടുണ്ടാവും. ഈ സീന് വേണ്ട മൊത്തം ടെക്സ്ചറുകൾ, മെറ്റീരിയൽസ്, അതുപോലെ 3D ആസറ്റ്സുകളൊക്കെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. അതിന് പറയുമ്പോൾ 3D മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ, 3D ആസറ്റ്സ് മാത്രം മതിയെങ്കിൽ ഇതാകെ ചെടികളുണ്ട്. ഒരുപാട് ചെടികളുണ്ട്, മരങ്ങളുണ്ട്, പാറ, അതുപോലെ ടെക്സ്ചറുകൾ കണ്ടോ, മെറ്റീരിയൽസ്. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മെറ്റീരിയൽസ് ആണ് കേട്ടോ, ടെക്സ്ചറല്ല, മെറ്റീരിയൽസ് ആണ്. പിന്നെ ഇതുണ്ടോ, ചെടികൾ ഒരുപാടുണ്ട്. നമുക്കിവിടെ ഫിൽറ്റർ ചെയ്ത് തന്നെ എടുക്കാൻ പറ്റുക. 3D ആസറ്റ്സ് അടിച്ച് കഴിഞ്ഞാൽ 3D ആസറ്റ്സ് മാത്രം കണ്ടാവും. അതിൻ്റെ താഴെ ഫുഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടോ ഐറ്റംസ് മാത്രം വരും. താഴേക്കുണ്ട് ഒരുപാട് നാച്ചുറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റോക്ക്, അതുപോലെ ഐസ്, മഷ്റൂം, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, മരങ്ങൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര റെസൊല്യൂഷനിലാണ് വേണ്ടതെന്നുള്ള ഈ ഒരു റോക്കാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കണ്ടാവും. ഇവിടെ ഓപ്ഷൻ കണ്ടോ, ഇവിടെ 2K റെസൊല്യൂഷൻ എന്നാണ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി ഇവിടെ 8K ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് 4K വേണോ 2K വേണോ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. HD ഇല്ല, 2K ആണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ സെറ്റിങ്സിൽ ഡൗൺലോഡ് സെറ്റിങ്സ് വേറെ ഉണ്ട്. JPG, അതുപോലെ ഓരോ ഫോർമാറ്റുകൾ ഏത് ഫോർമാറ്റിൽ വേണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അതുപോലെ മോഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് ചെയ്യാം. ഈ എക്സ്പോർട്ട് സെറ്റിങ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി ചോദിക്കും. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇതുപോലൊരു മെനു നിങ്ങൾക്ക് വരും. അൺറിയൽ എഞ്ചിൻ എന്നുകൊണ്ടാണ് നമ്മൾ അൺറിയൽ എഞ്ചിനിലേക്കാണ് ചെയ്യുന്നത്. മായ, യൂണിറ്റി, ബ്ലെൻഡർ, യുഡിനി, സിനിമ 4D ഉണ്ടോ, എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് പ്ലഗിൻ കൊടുക്കുക. ഓക്കെ, അൺറിയൽ എഞ്ചിൻ്റെ പ്ലഗിൻ അപ്പോൾ ഡൗൺലോഡ് ആകും. കുറഞ്ഞ എന്തെങ്കിലും ചെറിയ സൈസ് ഉണ്ടാവുള്ളൂ.
ഓക്കെ, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അൺറിയൽ എഞ്ചിൻ്റെ വേർഷൻ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡിഫോൾട്ട് പ്രൊജക്റ്റ് ഏതാണെന്ന് സെറ്റ് ചെയ്തിട്ട് അവിടേക്ക് ആ പ്രൊജക്റ്റിലേക്ക് വേണ്ടി മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ അതുപോലെ ടെക്സ്ചേഴ്സിൻ്റെ കുറച്ച് ഓപ്ഷൻസ്, മോഡൽസ്, അങ്ങനെ കുറച്ച് മോഡൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ഇതാണെങ്കിൽ ഇവിടെ ജസ്റ്റ് പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അൺറിയൽ എഞ്ചിനിലേക്ക് വരും. അൺറിയൽ എഞ്ചിൻ ഓൺ ആക്കിയിടണം കേട്ടോ. അപ്പോൾ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എറർന്ന് കാണിക്കും. ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എക്സ്പോർട്ട് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ട്രാക്ക് ചെയ്ത് അൺറിയൽ എഞ്ചിനിലേക്ക് കൊണ്ടുപോയി വെക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അൺറിയൽ എഞ്ചിൻ്റെ മോഡിൽ, അതായത് എപ്പിക് ഗെയിമിൻ്റെ മോഡിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇതിനൊക്കെ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒക്കെ ഫ്രീ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.